വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് തൈക്കോണ്ടോ ടീമിനെ വിടാൻ സാധിക്കുക, അതിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു. ബട്ട് അതിലും ഒരു ഉത്തരവ് വന്നില്ല. എൻ്റെ ലക്ഷ്യം ചെറുതല്ല, ഇനിയും വലുതാണെന്ന്. അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കാളും കൂടുതൽ വലിയ സന്തോഷങ്ങൾ ഇഷ്ടമാണ്. നമ്മൾക്ക് ഇമോഷണൽസ് ആയിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഇതിനിടെ ഈ ചാമ്പ്യൻഷിപ്പുകൾ വളരെയധികം സ്ട്രഗിൾ പോയിന്റ് ആയിരുന്നു. ഞാൻ ഇന്ന് ഈ പൊസിഷനിലാണെങ്കിൽ നാളെയും തുടർച്ചയായി ഈ പൊസിഷൻ്റെ മികവിൽ ഞാൻ കളിക്കണം എന്നുള്ളത് അതെൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇൻ്റർനാഷണൽ ആയാലും നാഷണൽസ് ആണെങ്കിലും സ്റ്റേറ്റ് ആയാലും ഡിസ്ട്രിക്റ്റ് ആയാലും എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഫൈറ്ററാണ്. എനിക്ക് അത്ര അധികം സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. അത് എനിക്ക് തരുന്ന ഒരു സന്തോഷമാണ്. കേരളത്തിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് കൊടുക്കുക എന്നായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. മെഡൽ അതെൻ്റെ ലക്ഷ്യമേ അല്ലായിരുന്നു. മറിച്ച് എനിക്ക് എന്നെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ അവിടെ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മളുടെ ഒരു കോച്ചിങ് ടീം, ആ ഒരു ഒരു നല്ലൊരു ടീം, ഒരു എക്സാക്ട് പ്ലാൻ കേരള ടീം അന്ന് നടത്തിയിരുന്നു. ഒരു ചാമ്പ്യൻഷിപ്പ് പട്ടം എൻ്റെ കയ്യിൽ വന്ന ശേഷം അതിനെ നിലനിർത്തുക അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ എപ്പോഴും കാണുക. അപ്പം നമ്മുടെ മൈൻഡ് ഒരിക്കലും ഡിസ്ട്രാക്ട് ചെയ്യാതെ കറക്റ്റായൊരു വേ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ജൂനിയർ നാഷണൽസിനേക്കാളും മുമ്പേ സീനിയർ നാഷണൽസ് കളിച്ച വ്യക്തിയാണ്. നമ്മളൊരു ഫൈറ്ററാണ്, ഫൈറ്ററായിട്ട് തന്നെ ഇരിക്കുക. അതിൽ ഇമോഷൻസിനേക്കാളും കൂടുതൽ ആ ഒരു സ്പിരിറ്റ് ക്യാരി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്മസോ ന്യൂ ഇയറോ ഓണോ ഒന്നും ഇല്ല. ഏത് സമയത്ത് വന്ന് ചാമ്പ്യൻഷിപ്പ് വന്നാലും അത് കളിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെ, കാരണം ഞങ്ങളുടെ ഡ്യൂട്ടിയാണത്. സോ ഞങ്ങൾ അതിന് പ്രിപ്പയർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു നാഷണൽ ക്യാമ്പിലാണ്, അല്ലെങ്കിൽ എവിടെ സ്റ്റേറ്റ് ക്യാമ്പിലാണെങ്കിലും ഞങ്ങൾ ചാമ്പ്യൻഷിപ്പിൻ്റെ സമയത്ത് ഒരു ക്രിസ്മസ് ആണോ ഈസ്റ്റർ ആണോ അവിടെ അതിലൊരു റെസ്റ്റോ ഒന്നുമില്ല. ആ ദിവസം നോർമൽ പോലെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാബിറ്റാണ്. സോ എപ്പോഴും പറയുന്നത് തന്നെ നമ്മളൊരു ഫൈറ്ററാണ്, ഫൈറ്ററായിട്ട് തന്നെ ഇരിക്കുക. അതിൽ ഇമോഷൻസിനേക്കാളും കൂടുതൽ ആ ഒരു സ്പിരിറ്റ് ക്യാരി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് സെലിബ്രേഷൻസിനേക്കാളും കൂടുതലും എൻ്റെ മാച്ചിലെ വിക്ടറിയാണ് എൻ്റെ ഏറ്റവും വലിയ സെലിബ്രേഷനായിട്ട് ഞാൻ കാണാറുള്ളത്. ആദ്യത്തെ നാഷണൽസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും ആദ്യമായിട്ട് കളിച്ചത് ബീഹാറിലെ സീനിയർ നാഷണൽസ് ആയിരുന്നു 2012. അപ്പോൾ ആ സമയത്ത് ഞാൻ ജൂനിയറും കൂടെ ആയിരുന്നു. എൻ്റെ വയസ്സ് അപ്പോൾ 15 വയസ്സ്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സായില വന്നൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇയർ ആയിരുന്നു. അതുകൂടാതെ എനിക്ക് സീനിയറെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സീനിയർ നാഷണൽസാണ് ആദ്യമായിട്ട് കളിച്ചത്. ജൂനിയർ നാഷണൽസിനേക്കാളും മുമ്പേ സീനിയർ നാഷണൽസ് കളിച്ച വ്യക്തിയാണ്. അപ്പം വളരെ നെർവസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ബട്ട് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോച്ചസ് ആണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേഷൻ്റെ മെമ്പേഴ്സ് ആണെങ്കിലും കൂടുതലും നമ്മളെ എല്ലാവരും തന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. തികച്ചു പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന മാക്സിമം പ്ലേയേഴ്സും സിൽവർ മെഡൽ അടിക്കുന്നുണ്ടായിരുന്നു. സിൽവർ, ഗോൾഡ് എല്ലാം അടിക്കും. അതും എല്ലാം സായിയുടെ ഞങ്ങളുടെ സീനിയർ പ്ലേയേഴ്സും മാക്സിമം പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഈസി ആയിരുന്നു. അതിനുശേഷം വന്നത് ഞങ്ങളുടെ വെയിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് അടിക്കുന്നത് തന്നെ പ്ലെയറാണ്. പക്ഷേ അത് എനിക്കറിയില്ലായിരുന്നു അതൊരു നല്ലൊരു പ്ലെയറാണെന്ന്. അപ്പോൾ ആ കുട്ടീനെ ഞാൻ ഡിഫെൻഡ് ചെയ്തു. അതിനുശേഷം വേറൊരു റൗണ്ട്, അതിനുശേഷം ഏറ്റവും അവസാനം ഫൈനൽ വരെ പോയതുവരെ ഞാനൊന്നും അറിഞ്ഞില്ല. ആ ഒരു ഫ്ലോയിൽ കളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫൈനലെത്തി. അവിടെ സമനില വന്നു. അവിടെ അവസാനം 1 മിനിറ്റിൽ ആരാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് കുറവിൽ എനിക്ക് ആ ഒരു ഗോൾഡ് മെഡൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നാലും സന്തോഷവതിയാണ്. ആദ്യമായിട്ടൊരു സീനിയർ നാഷണൽസിൽ പങ്കെടുക്കാൻ സാധിച്ചു. നാഷണൽ ലെവൽ ആദ്യമായിട്ടാണ്. അതിലൊരു സിൽവർ മെഡൽ നേടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമേറിയ ഒരു കാര്യമാണ്. എന്നെ തന്നെ ബിലീവ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സമയമായിരുന്നു. അതൊരു ക്രിസ്മസ് ദിനമായിരുന്നു. അതുകൂടാതെ എൻ്റെ വീട്ടിലത് വിളിക്കുമ്പോൾ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിനെ എല്ലാവരും ഏറ്റെടുത്തത്. അത് ഞാൻ പറഞ്ഞില്ലേ, അതെൻ്റെ ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടൊരു മാച്ചാണ്. ബട്ട് എനിക്ക് അതിനെക്കുറിച്ച് ആരെക്കുറിച്ചും ഒന്നും അറിയില്ല. ഞാനൊരു സ്റ്റേറ്റ് ലെവലിൽ നിന്ന് സീനിയർ ലെവലിൽ കാണാത്തൊരു കുട്ടിയാണ്. അപ്പം ആ ഒരു സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഒരു ഫൈറ്റ് വരികയും എൻ്റെ കളി സ്റ്റാർട്ട് ചെയ്യുകയും നോർമലായിട്ട് ഞാൻ കളിക്കുന്ന പോലെ മാത്രം കളിച്ചു. വേറെ ആരെയും നോക്കാനോ അല്ല അവരെങ്ങനെ കളിക്കുന്നു എന്ന് ഞാൻ ജഡ്ജ് ചെയ്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബാലാമേഡം ഉണ്ടായിരുന്നു, ഷാജി സാറും ഉണ്ടായിരുന്നു. അതുകൂടാതെ അസോസിയേഷനിൽ നിന്ന് വന്ന കോച്ചസും ഉണ്ടായിരുന്നു. ബട്ട് അവർ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും അല്ലായിരുന്നു. അവർ നമ്മളെങ്ങനെ കളിക്കണം, നമ്മുടെ ഇതൊക്കെയാണ് നല്ലത്, ഈ കിക്സ് നിൻ്റെ നല്ലതാണ്. അപ്പം നമ്മുടെ മൈൻഡ് ഒരിക്കലും ഡിസ്ട്രാക്ട് ചെയ്യാതെ കറക്റ്റായൊരു വേ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു.
സോ എനിക്കതുകൊണ്ടായിരിക്കണം എന്നെ ഈസി ആയത്. അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തന്നൊരു സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് അതായിരിക്കും. ഓരോ ഇയറിൽ പുതിയ പുതിയ പ്ലേയേഴ്സ് വരികയാണ് ജൂനിയർ ലെവലിൽ നിന്ന് സീനിയറിലേക്ക്. ഞാൻ ജൂനിയറിൽ നിന്നപ്പോൾ അടുപ്പിച്ച് 3 പ്രാവശ്യം ജൂനിയർ ലെവല് ഗോൾഡടിച്ചു. അതിനുശേഷം സീനിയറിലേക്ക് വന്നത്. സീനിയറിൽ ആദ്യത്തെ ഗോൾഡടിച്ചത് നമ്മൾ 2015 നാഷണൽ ഗെയിംസിലായിരുന്നു. കാരണം അതിനിടയ്ക്കുള്ളത് ജൂനിയർ പീരീഡ് ആയിരുന്നു. അതിനിടെ റൂൾ വന്നു, ജൂനിയേഴ്സിന് സീനിയർ കളിക്കാൻ പറ്റില്ല. സോ 12 ശേഷം ആദ്യമായിട്ട് 15 ഞാൻ പിന്നീട് ഒരു സീനിയർ നാഷണൽസ് കളിക്കാൻ വന്നത്. ആ സമയത്ത് വളരെ വ്യത്യസ്തമായിരുന്നു. 12 കണ്ട പ്ലേയേഴ്സിനേക്കാളും കൂടുതൽ പ്ലേയേഴ്സിനെ ഞാൻ കാണാൻ സാധിച്ചു. അവിടെ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് മാച്ചസ് ആയിരുന്നു നാഷണൽ ഗെയിംസിൻ്റെ. ബട്ട് അത് വളരെ സ്പിരിറ്റോടെ അതിൽ ഗോൾ അടിക്കാൻ സാധിച്ചു. പിന്നീടുള്ള ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് പട്ടം എൻ്റെ കയ്യിൽ വന്ന ശേഷം അതിനെ നിലനിർത്തുക, അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ എപ്പോഴും കാണുക. കാരണം എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എത്രയോ പ്ലേയേഴ്സ് അല്ലെ എത്രയോ ഫൈറ്റേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ രാത്രിയും എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയും പലരും എൻ്റെ കളികൾ കാണുകയും അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇന്ന് ഈ പൊസിഷനിലാണെങ്കിൽ നാളെയും തുടർച്ചയായി ഈ പൊസിഷൻ്റെ മികവിൽ ഞാൻ കളിക്കണം എന്നുള്ളത് അതെൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. സോ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഏറ്റവും കൂടുതൽ സ്മാർട്ട് വർക്കും വീഡിയോ അനലൈസും, അങ്ങനെ ഓരോ മാച്ചിനെ ഓരോ ദിവസവും ഞാനത് പ്രിപ്പയർ ചെയ്ത് മെയിനായിട്ട് ഡയറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് ഒരു ചാമ്പ്യൻ അല്ലെങ്കിൽ ചാമ്പ്യൻ ആകുക എന്നുള്ളൊരു ലക്ഷ്യത്തിനാണ്. അല്ലാതെ ഞാൻ ആ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യാതെ കൂടുതൽ ഡ്രീംസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ലക്ഷ്യം ചെറുതല്ല, ഇനിയും വലുതാണെന്ന്. അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കാളും കൂടുതൽ വലിയ സന്തോഷങ്ങൾ ഇഷ്ടമാണ്. സോ ആര് വന്നാലും കൂടുതൽ അവരെ സന്തോഷത്തോടെ അവരെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. 2015 നാഷണൽസിൽ ആദ്യത്തെ റൗണ്ട് തൊട്ട് എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു പാർട്സ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് റൗണ്ട് തൊട്ട് പാർട്ടായിട്ട് എല്ലാം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഈസി ആണെന്ന് പറയാനും പറ്റില്ല. എല്ലാ റൗണ്ട്സും ഈസി ആയിരുന്നില്ല, ഡിഫിക്കൽട്ട് പാർട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ട് വന്നത് സെയിം ഞാൻ പറഞ്ഞ ആ ഒരു അത്ലറ്റാണ്. ഞാനപ്പോൾ നാഷണൽ ക്യാമ്പ്സുകൾ അറ്റൻഡ് ചെയ്തു. കൂടുതൽ നാഷണൽ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ സീനിയർ പ്ലേയേഴ്സിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് അവർ നമ്മുടെ മെയിൻ കോമ്പറ്റീറ്ററായിട്ട് വരാനും സാധിച്ചു. അവർ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു ചെറിയ നെർവസ് ഉണ്ടായിരുന്നു, കാരണം എക്സ്പീരിയൻസ് കുറവായിരുന്നു. പിന്നീട് അതൊരു മാനേജ് ചെയ്തു. അതുകൂടാതെ നമ്മൾക്കുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, കേരളത്തിൽ തന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, കൂടാതെ അത്രയും നല്ലൊരു ഒഫീഷ്യൽ ടീം, നമ്മളുടെ ഒരു കോച്ചിങ് ടീം, ആ ഒരു ഫുൾ ഒരു നല്ലൊരു ടീം, ഒരു എക്സാക്ട് പ്ലാൻ കേരള ടീം അന്ന് നടത്തിയിരുന്നു. അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, കേരള അസോസിയേഷൻ അന്ന് അത്ലറ്റ്സിന് വേണ്ടി നടത്തിയൊരു പ്ലാനിൽ ഞാനല്ല, മൊത്തം 2 ഗോൾഡും കൂടാതെ എനിക്ക് തോന്നുന്ന അനുസരിച്ചാണെങ്കിൽ 2 സിൽവറും ബാക്കി 3 ബ്രോൺസും അങ്ങനെ കണക്കിലാണ് സത്യം പറഞ്ഞാൽ അന്ന് നല്ലൊരു വിജയം കേരളത്തിന് തൈക്കോണ്ടോയിൽ കൊടുക്കാൻ സാധിച്ചത് സത്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് അന്നത്തെ മാച്ചസ് ആണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഞാൻ ഒരു സ്കോർ ചെയ്താൽ അത്രയും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെ വരും, 2 സ്കോർ ചെയ്താലും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വരും. സോ അവിടെ ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ സാധിച്ചത് തീർച്ചയായും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും കൂടാതെ ഒരു എക്സിക്യൂട്ട് പ്ലാൻ എൻ്റെ ടീംമേറ്റ്സ് മുഴുവനായിട്ട് ചെയ്തുകൊണ്ടുമാണ്. ആദ്യത്തെ സീനിയർ നാഷണൽസിലെ ഗോൾഡ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വന്ന നാഷണൽസുകൾ, അതിനിടെ പല ഇഞ്ചുറീസ്, അതുകൂടാതെ നമ്മൾക്ക് ഇമോഷണൽസ് ആയിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ്, ഇതിനിടെ ഈ ചാമ്പ്യൻഷിപ്പുകൾ വളരെയധികം സ്ട്രഗിൾ പോയിൻ്റ് ആയിരുന്നു. ബട്ട് 2015 ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്ന കോൺഫിഡൻസ്, അല്ല അന്ന് നമ്മൾ ചെയ്ത ഓരോ ഫൈറ്റിൻ്റെ ഓരോ മൊമെൻറ്റ്സും, അത് ലൈഫിൽ ഏതൊരു സീനിയർ നാഷണൽസോ അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് തരുന്നൊരു കോൺഫിഡൻസാണ്. കാരണം അന്ന് ഞാൻ കൊടുത്ത ആ പെർഫോമൻസ് എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകില്ല എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ചെന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഞാൻ അന്ന് ഇങ്ങനെയാണ് കളിച്ചത്. സോ എനിക്ക് ഇതിൽ കൂടുതൽ ഈ സ്കിൽസിൽ കൂടുതൽ അഡീഷണൽ ആഡ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. കൂടാതെ ഞാൻ അത് അനലൈസ് ചെയ്യാറുണ്ട് ഏതൊരു സമയത്തും, എൻ്റെ ഓരോ മാച്ചസും. അതിന് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഏതൊരു ചാമ്പ്യൻഷിപ്പിനെയും ഞാൻ അത് എത്ര മേജറായിട്ട് കാണുന്നു എന്നതിനെയാണ്. ഇൻ്റർനാഷണൽ ആയാലും നാഷണൽസ് ആണെങ്കിലും സ്റ്റേറ്റ് ആയാലും ഡിസ്ട്രിക്റ്റ് ആയാലും എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഫൈറ്ററാണ്. എനിക്ക് അത്ര അധികം സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. അത് എനിക്ക് തരുന്ന ഒരു സന്തോഷമാണ്. ഞാൻ ആ മാച്ചിൽ എത്രമാത്രം എൻ്റെ ഹാർഡ് വർക്കിന് ഞാൻ കൊടുക്കുന്ന പേ ആണ് ആ ഒരു മാച്ചസ്. സോ
എന്നെ സംബന്ധിച്ച് ലൈക്ക് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു 2021 ഐ മീൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഗുജറാത്തിൽ അതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് തായ്ക്വോണ്ടോ ടീമിനെ വിടാൻ സാധിക്കുക, അതിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തു. ബട്ട് അതിലും ഒരു ഉത്തരവ് വന്നില്ല. അതിനുശേഷം പിന്നീട് അറിഞ്ഞു ഗോവയിൽ വെച്ചെടുക്കുന്ന നാഷണൽ ഗെയിംസിൽ ഞങ്ങൾക്കുണ്ടെന്നും അതിന് ക്വാളിഫിക്കേഷൻ റൗണ്ട് ഉണ്ടെന്നും, അത് ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻ റൗണ്ടാണ്. അതിനിടെയാണ് ഞാനിപ്പം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിച്ചു, അതുകൂടാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ചാമ്പ്യൻഷിപ്പുകൾ കളിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത്. അത് തീർച്ചയായും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസുകൾ കൂടുതലും നമുക്ക് നാഷണൽസ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ലൈഫിൽ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ 2023 ഗോവ നാഷണൽസ് എന്ന് പറയുന്നത് തികച്ചും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു നാഷണൽ ഗെയിംസ് നഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ഈ നാഷണൽ ഗെയിംസ് എനിക്ക് കൂടുതൽ അച്ചീവ് ചെയ്യണം. അതുകൂടാതെ കേരളത്തിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് കൊടുക്കുക എന്നായിരുന്നു എൻ്റെ ഉത്തരവാദിത്തം. മെഡൽ അതെൻ്റെ ലക്ഷ്യമേ അല്ലായിരുന്നു, മറിച്ച് എനിക്ക് എന്നെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ അവിടെ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സോ ഇൻ്റർനാഷണൽ ലെവലിലും ഏതൊരു മാച്ചിലും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പെർഫോമൻസിനെ തന്നെയാണ്. പ്രിപ്പറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് എൻ്റെ ട്രെയിനിങ് പ്ലേസിൽ തന്നെയായിരുന്നു. മോസ്റ്റ്ലി രാവിലെ എനിക്ക് അതിനിടയിൽ ഇഞ്ചുറി സംഭവിക്കുകയുണ്ടായി. സോ എനിക്ക് രാവിലെ ഫിസിയോയിനെ കാണാൻ പോകണം. അവിടുത്തെ സെഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത സെഷന് ട്രെയിനിങ്ങിൽ വരണം. അവിടെ ലെഗ് ഇഞ്ചുറി ആണെങ്കിൽ കൈക്കുള്ള ബ്ലോക്കിങ് കാര്യങ്ങൾ, അതിനുശേഷം ഈവനിങ് ഫുഡ് കഴിക്കുക, ലഞ്ച് ടൈം ആവും. ആ ഒരു പീരീഡ് കഴിയുമ്പോൾ തന്നെ ലഞ്ച് ടൈം ആവും ഞങ്ങളുടെ ട്രെയിനിങ് സെഷൻ കഴിയുമ്പോൾ തന്നെ. അതിനുശേഷം ലഞ്ചും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് അവിടെ തന്നെ പിന്നീട് ഈവനിങ് സെഷൻ ക്യാരി ചെയ്യുക. അതിനുശേഷം നൈറ്റിലാണ് ഞങ്ങൾ റൂമിൽ എത്തുന്നത് സത്യം പറഞ്ഞാൽ. സോ 1 ഡേ തന്നെ ഇത്രമാത്രം ഷെഡ്യൂൾസ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അതിനുശേഷം ലാസ്റ്റ് ഒരു പീരീഡ് 1 വീക്ക് ആ ഒരു പീരീഡ് ഞാൻ കേരളത്തിൽ വരികയും ലൈക്ക് ആ ഒരു ക്യാമ്പിൽ ഞങ്ങൾക്ക് അതിനിടയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റിൻ്റെ ക്യാമ്പിലേക്ക് വരികയും തിരിച്ച് 2 ആഴ്ച ക്യാമ്പിലുണ്ടായിരുന്നു. ആ ഒരു പീരീഡും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. ട്രെയിനിങ് ആണെങ്കിലും, കാരണം അത് സായിലായിരുന്നു. അതുകൂടാതെ അസോസിയേഷൻ കൂടുതലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഫുഡിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. കേരള കൗൺസിലാണെങ്കിലും അത് വന്ന് എൻക്വയറി ചെയ്യും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ അവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം ഞാൻ തായ്ക്വോണ്ടോയിൽ തന്നെ എൻഗേജ്ഡ് ആയിരുന്നു. എൻ്റെ ഉറക്കം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് പീരീഡും ശേഷം ബാക്കി ഒരു 24 hours പകുതി സമയം ഞാൻ തായ്ക്വോണ്ടോയിൽ തന്നെയായിരുന്നു. സോ അപ്പോൾ മൈൻഡ് സെറ്റ് ആണെങ്കിലും കൂടുതൽ ആ ചിന്താഗതിയും കളിയിലായിരുന്നു. അത് യൂസ്ഫുൾ ആയി എനിക്ക് മാച്ചിൽ.